ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് വെൽഡിങ്ങിനെ പറ്റിയാണ്. റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് വെൽഡ് ചെയ്യുന്ന പ്രോസസ് തന്നെയാണ് എന്ത് റെസിസ്റ്റൻസ് വെൽഡിങ്. അപ്പോൾ ഇവിടെ വെൽഡിങ്ങിന് വേണ്ട ഹീറ്റ് സപ്ലൈ എന്ന് വെച്ചാൽ ഒരു കറണ്ട് ഒരു കണ്ടക്ടറിൽ കൂടെ തന്നെ കടന്നു പോകും. അതിൻ്റെ റെസിസ്റ്റൻസ് കാരണം അവിടെ നിന്നുണ്ടാകും ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ റെസിസ്റ്റൻസ് കൊണ്ട് ഒരു കറണ്ട് ഒരു റെസിസ്റ്റൻസ് കൂടെ തന്നെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെസിസ്റ്റൻസ് വെൽഡിങ് നടത്തുന്നത്. അപ്പം റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് വെൽഡിംഗ് ഇൻ ദ ജോയിനിങ് ഓഫ് മെറ്റൽസ് ബൈ അപ്ലൈയിങ് പ്രഷർ ആൻഡ് പാസിംഗ് ഓഫ് കറണ്ട് ഫോർ എ ലെങ്ത് ഓഫ് ടൈം. ഒരു ഷോർട്ടർ ലെങ്ത് ഓഫ് ടൈമിൽ എന്ത് ചെയ്യുക, കറണ്ട് പാസ് ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രഷർ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെസിസ്റ്റൻസ് വെൽഡിങ് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എക്സ്ട്രാ മെറ്റീരിയൽസ്, ഫില്ലർ മെറ്റീരിയൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് വെൽഡിങ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെൽഡിംഗ് മെത്തേഡാണ് എന്ത് റെസിസ്റ്റൻസ് വെൽഡിംഗ്. മെയിനായിട്ട് ഷീറ്റ് മെറ്റൽസ്, അതേപോലെ തിക്നെസ് കുറഞ്ഞ ഷീറ്റ്സ്, ഇതൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് വെൽഡിങ് യൂസ് ചെയ്യാറ്. റെസിസ്റ്റൻസ് വെൽഡിങ് നമ്മുടെ റെയിൽവേ വാഗൺസിലൊക്കെ നമുക്ക് കാണാം സ്പോട്ട് വെൽഡിങ്സ്, ചെറിയ ചെറിയ സ്പോട്ട് വെൽഡിങ്സ് കാണാം. അതൊക്കെ എന്താണ് റെസിസ്റ്റൻസ് വെൽഡിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് റെസിസ്റ്റൻസ് വെൽഡിങ്ങിന് വേണ്ട ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം, ആണ് അടുത്തായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒരു കറണ്ട് ഒരു ഇലക്ട്രിക് റെസിസ്റ്റൻസിൽ കൂടി തന്നെ കടന്നു പോകും, അവിടെ എന്ത് ചെയ്യും, ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ റെസിസ്റ്റൻസ് വെൽഡിങ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു റെസിസ്റ്റൻസ് കൂടി തന്നെ കടന്നു പോകുമ്പോൾ അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഹീറ്റ് H=I²RT ആയിരിക്കും. H=I²RT. നമ്മളെ അയൺ ബോക്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. അതേപോലെ തന്നെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൂടെ തന്നെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതിൽ ഇക്വേഷനിൽ H എന്ന് പറഞ്ഞാൽ എന്താണ്, ജനറേറ്റ് ചെയ്ത ഹീറ്റാണ്. I എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട്, ആംബിയർ ആണ് സാധാരണ അതിൽ യൂണിറ്റ്. അതേപോലെ R എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആണ്. ഓമിൻ്റെ ടേംസിലാണ് നമ്മൾ എന്ത് ചെയ്യാറ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാറ്. ടി എന്ന് പറഞ്ഞാൽ എന്താ, ടൈമാണ്. ടി എന്ന് പറഞ്ഞാൽ ഇതിൽ ഇക്വേഷനിൽ I²RT ടി ടൈമാണ്. സെക്കൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യാറ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് H=I²RT ആണ്. ഈ ഹീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെൽഡിങ് നടത്തുന്നത്. അതായത് അതിൻ്റെ ഫിഗർ കാണാം, നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോ മൂന്ന് ടൈപ്പ് വെൽഡിങ്സ് ഉണ്ട്, റെസിസ്റ്റൻസ് വെൽഡിങ് ഉണ്ട്. ഒന്ന് സ്പോട്ട് റെസിസ്റ്റൻസ് വെൽഡിങ്, സീം റെസിസ്റ്റൻസ് വെൽഡിങ്, പ്രൊജക്ഷൻ വെൽഡിങ്. മൂന്ന് ടൈപ്പ് വെൽഡിങ്സ് ഉള്ളത്. സ്പോട്ട് റെസിസ്റ്റൻസ് വെൽഡിങ്, സീം റെസിസ്റ്റൻസ് വെൽഡിങ്, പ്രൊജക്ഷൻ വെൽഡിങ്. ഇത് റെസിസ്റ്റൻസ് വെൽഡിങ്ങിന് തന്നെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ഫസ്റ്റത്തെ സ്പോട്ട് റെസിസ്റ്റൻസ് വെൽഡിങ്. എന്താണ് സ്പോട്ട് റെസിസ്റ്റൻസ് വെൽഡിങ് നോക്കാം. സ്പോട്ട് റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ നമ്മൾ രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇലക്ട്രോഡ്സ് കാണാം, രണ്ട് ഇലക്ട്രോഡ്സ്. ഈ രണ്ട് ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യും, കൂടെ തന്നെ ഇലക്ട്രോഡ്സ് നമ്മൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറായിട്ട് കണക്ട് ചെയ്യണ്ടാവും. അതൊരു AC പവർ സപ്ലൈ ആയിട്ടും കണക്ട് ചെയ്യണ്ടാവും. അപ്പോൾ ഇതിൽ കൂടെ തന്നെ കറണ്ട് കടന്നു പോകും. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോഡ്സിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഈ വെൽഡിങ് ജോയിൻറ്റ്സ് വർക്ക് പീസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ എന്ത് ചെയ്യും, ഗ്യാപ്പിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യും, ഹൈ റെസിസ്റ്റൻസ് കാരണം, അതായത് ഈ വർക്ക് പീസിൻ്റെ റെസിസ്റ്റൻസ് കാരണം ഹൈ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഇവിടെ ജോയിൻ ചെയ്യേണ്ട പോർഷനിൽ എന്ത് ചെയ്യും, ഹൈ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അവിടെ എന്ത് ചെയ്യും, ഒരു മെറ്റൽ ഫ്യൂസ് ആവുകയും അവിടെ ഒരു വെൽഡ് നടക്കുകയും ചെയ്യും. മിക്കവാറും ഒരു സ്പോട്ട് പോലെയൊക്കെ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും സാധാരണ അതിൽ സ്പോട്ട് വെൽഡിങ്ങിൽ എന്തുണ്ടാവുക, വെൽഡ് ഉണ്ടാവുക ഒരു പോയിന്റിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പോട്ട് വെൽഡിങ് എന്ന് പറയുന്നത്, സ്പോട്ട് റെസിസ്റ്റൻസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സ്പോട്ട് റെസിസ്റ്റൻസ് വെൽഡിങ്ങിന്റെ ഇലക്ട്രോഡ്സ് സാധാരണഗതിയിൽ കോപ്പർ അലോയ്സ് കൊണ്ടാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാറ്. അപ്പോൾ ഈ കോപ്പർ അലോയ്സ് എൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, അതായത് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഈ കോപ്പർ ഇലക്ട്രോഡ്സ് മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിനൊരു കൂളിംഗ് സിസ്റ്റം കൂടി കൊടുക്കും. ജസ്റ്റ് ഒരു വാട്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യും, ഒരു കൂളിംഗ് സിസ്റ്റം കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു റെസിസ്റ്റൻസ് സ്പോട്ട് വെൽഡിങ്ങിൻ്റെ സെറ്റപ്പ്. ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. സ്പോട്ട് വെൽഡിങ് അല്ലെങ്കിൽ സീം വെൽഡിങ്, ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് വെൽഡിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഫിഗർ വൃത്തിയിൽ എന്ത് ചെയ്യുക പഠിച്ചു വെക്കാം.
അപ്പം ഇതിൽ ഇത്രയും പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. ഇലക്ട്രോഡ്സ് ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വർക്ക് പീസിന്റെ മേലെ ഹോൾഡ് ചെയ്യും. ഒരു ഹൈ പ്രഷർ കൊടുത്ത് വർക്ക് പീസിന്റെ മേലെ ഹോൾഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ഇതിന്റെ ഉള്ളിലേക്ക് കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യും. മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് കൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ഹീറ്റ് കാരണം അവിടെ ഒരു വെൽഡിങ് പ്രോസസ് നടക്കുകയും ചെയ്യും. അപ്പം ഇതിന് മെയിൻ ആയിട്ടൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന വർക്ക് പീസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കണ്ടക്റ്റീവ് ആയിട്ടുള്ള വർക്ക് പീസിൽ മാത്രമേ സ്പോട്ട് റെസിസ്റ്റൻസ് വെൽഡിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് വെൽഡിങ് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ മാത്രമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ്, സീം റെസിസ്റ്റൻസ് വെൽഡിങ്. ഈ സ്പോട്ട് റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ ഒരു സ്പോട്ടിൽ മാത്രം, ഒരു പോയിന്റിലായിരുന്നു നമ്മൾ വെൽഡ് ചെയ്തത്. അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്ക് പീസിന്റെ ഇടയ്ക്ക് വെൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സീം റെസിസ്റ്റൻസ് വെൽഡിങ്. സീം റെസിസ്റ്റൻസ് വെൽഡിങ് ഇത് കുറച്ചും കൂടി മോഡിഫൈഡ് ഫോം ഓഫ് സ്പോട്ട് വെൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കണ്ടിന്യൂസ് സ്പോട്ട് വെൽഡിംഗ് ആണ് സീം റെസിസ്റ്റൻസ് വെൽഡിംഗ്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ്, ഇവിടെ നേരത്തെ ഒരു പോയിന്റ് ആയിട്ടുള്ള ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്തായിരുന്നു, ഒരു റോളർ ഇലക്ട്രോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. റോളർ ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ റോളർ ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ നേരത്തെ ഒരു പോയിന്റിലായിരുന്നു എന്ത് ചെയ്ത് വെൽഡ് ഉണ്ടായിരുന്നത്. സ്പോട്ട് വെൽഡിങ്ങിന്റെ കേസിൽ ഒരു പോയിന്റിലായിരുന്നു വെൽഡിങ് നടന്നത്. അപ്പോൾ ഈ റോളർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഡിഫറെന്റ് പോയിന്റ്സിൽ എന്ത് ചെയ്യും, വെൽഡിങ് പ്രോസസ് നടക്കും. അങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വെൽഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വെൽഡിംഗ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെൽഡിംഗ് പ്രോസസ് ആണ് സീം റെസിസ്റ്റൻസ് വെൽഡിംഗ്. ഇതിന്റെ ബാക്കി സെറ്റപ്പ് ഒക്കെ സെയിം ആണ്. ഇതിനൊരു കൂളിംഗ് സിസ്റ്റം കൂടി ഉണ്ടാവും. അതേപോലെ തന്നെ ഫോഴ്സ് എന്ത് ചെയ്യും, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന റോളർ കൂടി ആയിരിക്കും എന്ത് ചെയ്യുക, ഈ വർക്ക് പീസിനെ രണ്ടിനെയും കൂടി ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ റോളർ കൂടി ആയിരിക്കും. നേരത്തെ 2 ഇലക്ട്രോഡിന്റെ മേലെ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്ത് ഫോഴ്സ് അപ്ലൈ ചെയ്ത്, ഇവിടെ എന്ത് ചെയ്യും, റോളറിന്റെ മേലെ കൂടി ആയിരിക്കും എന്ത് ചെയ്യുക, ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഈ റോളേഴ്സ് രണ്ടും ഇലക്ട്രോഡ് വീൽസ് രണ്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. അതൊരു AC സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടാവും. അനെ അഡ്വാൻറ്റേജ്, സീം വെൽഡിങ്ങിന്റെ മെയിൻ ആയിട്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ചും കൂടി എന്താ പാരലായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വെൽഡ് നടത്താൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ടുള്ള വെൽഡിങ് പ്രോസസിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാറ്, ഈ റെസിസ്റ്റൻസ് സീം വെൽഡിങ് യൂസ് ചെയ്യാറ്. ഒരേ സമയം തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 3-4 വെൽഡിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഗ്യാസ് ടൈറ്റ് ആയിട്ടും ലിക്വിഡ് ടൈറ്റ് ആയിട്ടുള്ള വെൽഡിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് സ്റ്റീം വെൽഡിങ്ങിന്റെ അഡ്വാൻറ്റേജ്. ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന നമ്മളെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് സിലിണ്ടറൊക്കെ ഇല്ലേ, ഗ്യാസ് സിലിണ്ടറിലൊക്കെ നമ്മൾ റെസിസ്റ്റൻസ് സ്റ്റീം വെൽഡിംഗ് ആണ് യൂസ് ചെയ്യാറ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടറിന്റെ ഇടയിൽ നിങ്ങൾ കണ്ടാവും എന്തുണ്ടാവും, ഒരു ജോയിന്റ് കാണാം, ഒരു വെൽഡ് ജോയിന്റ് കാണാം ഗ്യാസിന്റെ സിലിണ്ടറിന്റെ സൈഡിൽ. അതൊക്കെ എന്താണ്, ഈ സ്റ്റീം വെൽഡിംഗ് ആണ്. അത് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെൽഡിങ്ങിന്റെ എക്യുപ്മെന്റ് കോസ്റ്റ് കൂടുതലാണ്. വെൽഡിംഗ് എക്യുപ്മെന്റ് കോസ്റ്റ് ഹൈ ആണ്. അതേപോലെ 3mm തിക്നെസ് കൂടുതലാണെങ്കിൽ നമുക്ക് വെൽഡ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി കൂടുതലാണ്. അപ് ടു 3mm ആണ് സാധാരണ നമ്മൾ റെസിസ്റ്റൻസ് സ്റ്റീം വെൽഡിങ് ചെയ്യാറുള്ളൂ. അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ അല്ലാതെ ഒരു കർവ്ഡ് പാത്തൊക്കെ വെൽഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിന്റെ കേസിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് നമ്മൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, വെൽഡ് ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ്, പ്രൊജക്ഷൻ വെൽഡിങ്. ഇതും എന്താ സ്പോട്ട് വെൽഡിങ്ങിന് തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫോം തന്നെയാണ്. ഇതിൽ മൾട്ടിപ്പിൾ സ്പോട്ട് വെൽഡിംഗ് ആണ് എന്ത് പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. മൾട്ടിപ്പിൾ സ്പോട്ട് വെൽഡിംഗ്, ഒന്നിലധികം സ്പോട്ട് വെൽഡിംഗ് അറ്റ് എ ടൈം പെട്ടെന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, പ്രൊജക്ഷൻ വെൽഡിംഗ്. പ്രൊജക്ഷൻ വെൽഡിങ്ങിന്റെ കേസിൽ നമ്മൾ രണ്ട് വർക്ക് പീസ് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വർക്ക് പീസിന്റെ മേല ഇവിടെ കാണുന്ന പോലെ കുറച്ച് പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ വർക്ക് പീസിന് മേലെ കുറച്ച് പ്രൊജക്ഷൻസ്, പുറത്തേക്ക് തള്ളിയിരിക്കുന്ന പ്രൊജക്ഷൻസ് ഉണ്ടോ, അങ്ങനെ പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. പ്രസ്സിംഗ് ടൂളോ അങ്ങനെ എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനത്തെ പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഈ പ്രൊജക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ജോയിന്റ് ആയിട്ട് മാറുക. പിന്നെ ഇതിൽ ഈ പ്രൊജക്ഷൻസ് രണ്ട് വർക്ക് പീസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിന്റെ ഉള്ളിൽ, ഒരു ഫ്ലാറ്റ് ഇലക്ട്രോണിന്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്തതിനു ശേഷം അതിലേക്ക് എന്ത് ചെയ്യും, നേരത്തെ പോലെ തന്നെ സ്പോട്ട് വെൽഡിങ്ങിനെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഹൈ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ റെസിസ്റ്റൻസ് കാരണം അവിടെ എന്ത് ചെയ്യും, ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അവിടെ ഒരു വെൽഡ് ജോയിന്റ് ക്രിയേറ്റ് ആവുകയും ചെയ്യും. ഇതിനാണ് നമ്മൾ എന്ത് പറയാ,
പ്രൊജക്ഷൻ വെൽഡിംഗ് എന്ന് പറയാം. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ജോയിന്റ്സ് സ്പോട്ട് വെൽഡ്സ് നടത്താൻ എന്തിനെ കൊണ്ട് പറ്റും? ഈ പ്രൊജക്ഷൻ വെൽഡിംഗ് പ്രോസസ് കൊണ്ട് പറ്റും. അപ്പം ഒരു ചെറിയ ടൈം കൊണ്ട് തന്നെ ഒരുപാട് വെൽഡിംഗ് പ്രോസസ് നടത്താൻ എന്ത് ചെയ്യും? പ്രൊജക്ഷൻ വെൽഡിംഗ് സ്യൂട്ടബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട പോയിന്റ്സിൽ മാത്രം ജോയിന്റ് നടത്താനും എന്ത് ചെയ്യും? ഈ പ്രൊജക്ഷൻ വെൽഡിംഗ് കൊണ്ട് സാധിക്കും. അതേപോലെ തന്നെ സ്പോട്ട് വെൽഡിങ്ങിനെക്കാട്ടിയും ക്ലോസർ ആയിട്ടുള്ള ജോയിന്റ്സ്, അതായത് രണ്ട് വെൽഡ് തമ്മിലുള്ള ജോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് വളരെ കുറച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൊജക്ഷൻ വെൽഡിങ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇലക്ട്രോഡ്സ്, സാധാരണ സ്പോട്ട് വെൽഡിങ്ങിന്റെ ഇലക്ട്രോഡ്സിന് കുറെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? വിയർ ആൻഡ് ടിയർ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അതിന്റെ ലൈഫ് വളരെ കുറവാണ്. അതേസമയം പ്രൊജക്ഷൻ വെൽഡിങ്ങിന്റെ കേസിൽ മച്ച് ലോങ്ങർ ലൈഫ് എന്തിനു കിട്ടും? ഈ വെൽഡിങ്ങിന്റെ ഇലക്ട്രോഡ്സിന് കിട്ടും. അപ്പം ഇത്രയൊക്കെയാണ് എന്തിന് പ്രൊജക്ഷൻ വെൽഡിങ്ങിന്റെ അഡ്വാൻറ്റേജസ്. പ്രോസസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്ലാറ്റ് ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അതിന്റെ മേലെ എന്ത് ചെയ്യും? ഒന്നിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വർക്ക് പീസിന്റെ മേലെ പ്രൊജക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ആ പ്രൊജക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റും കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ജോയിന്റ്സ് ആയിട്ട് മാറുക. എത്രയാണ് എന്ത് പ്രൊജക്ഷൻ വെൽഡിങ്. നെക്സ്റ്റ് വെൽഡിങ് ഡിഫക്ട്സ്. വെൽഡിങ്ങിനകത്തുണ്ടാകുന്ന ഡിഫക്ട്സ്. വെൽഡിങ്ങിനകത്തുള്ള ഡിഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അണ്ടർകട്ട്. അണ്ടർകട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെൽഡിന്റെ എൻഡിൽ ഇവിടെ കാണാം, ഇവിടെ ജസ്റ്റ് ഒരു ഡിപ്രഷൻ, അതായത് വെൽഡിനെ കാട്ടിയും കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞൊരു സാധാരണ ഫുള്ളായിട്ട് കവർ ചെയ്യാത്തൊരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയാ? അണ്ടർകട്ട് എന്ന് പറയാം. ഇനി ഓവർലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡ് ജോയിന്റിന്റെ പുറത്തേക്ക് എന്ത് ചെയ്യാം? മെറ്റീരിയൽ പുറത്തേക്ക് പോവാം. അതായത് കൂടാതെ അവിടെ എന്തുണ്ടാവില്ല? ഈ പാരന്റ് മെറ്റല് ബേസ് മെറ്റൽ വരെ എന്തുണ്ടാവില്ല? ഒരു ജോയിന്റ് ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ എന്ത് പറയാ? ഓവർലാപ്പ് എന്ന് പറയാം. നെക്സ്റ്റ് ആണ് എക്സസീവ് പെനിട്രേഷൻ. എക്സസീവ് പെനിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെൽഡ് ജോയിന്റ് ആകുന്ന എക്സസ് ആയിട്ട് പുറത്തേക്ക് എന്ത് ചെയ്യുക? വെൽഡിങ് ചെയ്തിട്ട് പുറത്ത് എക്സസ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്ത് അടിയിൽ കൂടെ തന്നെ വെൽഡ് ജോയിന്റ് അടിയിൽ കൂടെ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ മെറ്റീരിയൽ പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്താ പറയുക? എക്സസീവ് പെനിട്രേഷൻ എന്ന് പറയും. ഇനി ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ. ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് പോർഷൻ, വെൽഡിന്റെ റൂട്ട് പോർഷൻ നോക്കുമ്പോൾ മെറ്റീരിയൽ ഫില്ലാത്ത ഇതിനാണ് നമ്മൾ എന്താ പറയുക? ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ. റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിന്റെ ഏറ്റവും ബോട്ടം പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റൂട്ട്. അപ്പൊ റൂട്ട് പോർഷനിൽ കറക്റ്റായിട്ട് മെറ്റീരിയൽ ഫില്ലാത്ത ഒരു ഡിഫക്റ്റിനാണ് നമ്മൾ എന്ത് പറയാ? ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് അൺഈക്വൽ ലെഗ് ലെങ്ത്. അൺഈക്വൽ ലെഗ് ലെങ്ത്. അൺഈക്വൽ ലെഗ് എന്ന് പറഞ്ഞാൽ ഇതില് വെൽഡിങ്ങിന്റെ കേസിൽ ഒരു ജോയിന്റ് സ്റ്റാർട്ടിങ് പോയിന്റും വെൽഡ് എൻഡ് ചെയ്യുന്ന പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് എന്ത് പറയാ? ലെഗ് ലെങ്ത് എന്ന് പറയാം. അങ്ങനെ ലെഗ് ലെങ്ത് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ അൺഈക്വൽ ലെഗ് ലെങ്ത് ഡിഫക്ട് എന്ന് പറയും. നെക്സ്റ്റ് ആണെന്ത്? സ്പാറ്റർ. സ്പാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ചെറിയ ചെറിയ പോയിന്റ് പോലെ, ഡോട്ട് പോലെ, ഡ്രോപ്ലെറ്റ് പോലെയൊക്കെ എന്ത് ചെയ്യാൻ കാണാം? വെൽഡിന് ചുറ്റും കാണാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പാറ്റർ എന്ന് പറയാം. നെക്സ്റ്റ് ക്രാറ്റർ ക്രാക്ക്. ക്രാറ്റർ ക്രാക്ക് എന്ന് പറഞ്ഞാൽ വെൽഡിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതിൽ ഷ്രിങ്കേജ് ഉണ്ടാകുന്ന ഡിഫക്റ്റിനാണ് നമ്മൾ എന്ത് പറയാ? ക്രാറ്റർ ക്രാക്ക് എന്ന് പറയാം. നെക്സ്റ്റ് പോറോസിറ്റി. പോറോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്മോൾ ഗ്യാസ് കാവിറ്റീസിനാണ് നമ്മൾ എന്ത് പറയാ? പോറോസിറ്റി എന്ന് പറയാം. സാധാരണയിൽ 1.6 mm ഡയമീറ്റർ കുറഞ്ഞ സ്മോൾ ഗ്യാസ് കാവിറ്റീസിനാണ് നമ്മൾ എന്ത് പറയാ? പോറോസിറ്റി എന്ന് പറയാം. ഇനി ഈ ഗ്യാസ് കാവിറ്റിന്റെ തന്നെ ഡയമീറ്റർ കുറച്ചും കൂടി 1.6 mm കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ബ്ലോ ഹോൾസ് എന്ന് പറയും. ഇനി ക്രാറ്റർ പൈപ്പ്. ക്രാറ്റർ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന കൂളിംഗ് കൊണ്ട് ഉണ്ടാകുന്ന ഷ്രിങ്കേജ് ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്രാറ്റർ പൈപ്പ് എന്ന് പറയാം. റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എക്സസ് ആയിട്ട് പുറത്തേക്ക് തള്ളിയേക്കുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് പറയാ? റീസ്റ്റാർട്ട് എന്ന് പറയാം. നെക്സ്റ്റ് സ്ലാഗ് ഇൻക്ലൂഷൻ. അതർ ഇംപ്യൂരിറ്റീസ്, എക്സ്റ്റേണൽ ഇംപ്യൂരിറ്റീസ് ഒരു വെൽഡിന്റെ ഉള്ളിൽ ട്രാപ്പ് ആവുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാ? സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയാം. പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ കൂളിംഗ് കൊണ്ട് അല്ലെങ്കിൽ മെറ്റൽ ഷ്രിങ്കേജ് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റിനാണ് നമ്മൾ എന്ത് പറയാ? പൈപ്പ് എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള അതിന്റെ കോഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അണ്ടർകട്ട്.
എ ഗ്രൂവ് ഓർ ഡിപ്രഷൻ പാരലൽ ആൻഡ് അഡ്ജസന്റ് സൈഡ് ഓഫ് ദ വെൽഡ് റിസൾട്ടിങ് ഇൻ തിന്നനിങ് ഓഫ് പാരന്റ് മെറ്റൽ. അതായത് ഒരു പാരന്റ് മെറ്റലിന്റെ സൈഡിൽ എന്ത് ചെയ്യാം, ഒരു പാരലായിട്ട് രണ്ട് സൈഡിൽ ഒരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, അണ്ടർ കട്ട് എന്ന് പറയാം. അതായത് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ രണ്ട് സൈഡും എന്താണ് കറക്റ്റ് ആയിട്ട് ഫിൽ ആയില്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, എന്ത് ഡിഫക്റ്റാന്ന് പറയും, അണ്ടർ കട്ട് ഡിഫക്റ്റാന്ന് പറയും. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് വെൽഡ് ചെയ്യുന്നത് കൊണ്ടാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാറ്, ഈ ഒരു ഡിഫക്റ്റ് ഉണ്ടാവാറ്. അതേപോലെ തന്നെ എക്സസ് ആയിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഇതേ ഡിഫക്റ്റ് ഉണ്ടാവും. അതായത് കറക്റ്റ് വെൽഡിങ് കറണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും, കൂടുതൽ ഹീറ്റ് ഉണ്ടാവും. അങ്ങനെ ഹീറ്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ഇതേ ഡിഫക്റ്റ് ഉണ്ടാവും. അതേപോലെ ഇൻകറക്റ്റ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ബ്ലോ പൈപ്പിന്റെ ആംഗിൾ, ഇലക്ട്രോഡിന്റെ ആംഗിൾ കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതേ ഡിഫക്റ്റ് ജനറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓവർലാപ്പ്. എക്സസ് വെൽഡ് മെറ്റൽ ഓവർലാപ്പ് നിങ്ങൾ നേരത്തെ കണ്ടതാണ്, ഇതാണ് ഓവർലാപ്പ്. അപ്പൊ പുറത്തേക്ക് എന്ത് ചെയ്യാം, എക്സസ് ആയിട്ട് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ എന്ത് പറയാ, ഓവർലാപ്പ് എന്ന് പറയാം. ഓവർലാപ്പ് എക്സസ് മെറ്റൽ കവറിങ് പാരന്റ് മെറ്റൽ ബട്ട് നോട്ട് ഫ്യൂസ്ഡ്. അതായത് എക്സസ് ആയിട്ട് വെൽഡ് മെറ്റലിനെ എന്ത് ചെയ്യുക, പാരന്റ് മെറ്റലിനെ കവർ ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ട് എക്സസ് ആയിട്ട് എന്ത് ചെയ്യുക, പാരന്റ് മെറ്റലിനെ വെൽഡ് മെറ്റൽ കവർ ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഓവർലാപ്പ്. അപ്പം അതിന്റെ മെയിൻ ആയിട്ടുള്ള കോസ് എന്ന് പറഞ്ഞാൽ വെൽഡിങ് കറണ്ട് ഹൈ ആവുകയും അല്ലെങ്കിൽ എന്താ നമ്മളെ വെൽഡിങ്ങിന്റെ റേറ്റ് ഫാസ്റ്റ് ആവുന്നതിനും എന്തിന് കാരണമാവും, ഈ ഓവർലാപ്പിന് കാരണമാവും. അതേപോലെ എക്സസ് ആയിട്ട് നമ്മളെ ഫില്ലർ റോഡ് മെൽറ്റ് ആവുന്ന എന്ത് ചെയ്യും, ഇതേ ഡിഫക്റ്റിന് കാരണമാവും. നെക്സ്റ്റ് ആണ് എക്സസീവ് പെനിട്രേഷൻ. അതായത് വെൽഡിന്റെ റൂട്ടിൽ കൂടെ തന്നെ എന്ത് ചെയ്യാം, എക്സസ് ആയിട്ട് പെനിട്രേറ്റ് ചെയ്ത് വെൽഡ് മെറ്റൽ പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ എന്താ പറയാ, എക്സസീവ് പെനിട്രേഷൻ എന്ന് പറയാം. ഹൈ വെൽഡിങ് കറണ്ട് അല്ലെങ്കിൽ സ്ലോ സ്പീഡ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എന്തിന്റെ കേസ്, എക്സസീവ് പെനിട്രേഷന്റെ കോസസ്. അതേപോലെ കറക്റ്റ് അല്ലാത്ത എഡ്ജ് പ്രിപ്പറേഷൻ. എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന് രണ്ട് ഷീറ്റാണ് രണ്ട് പ്ലേറ്റാണ് വെൽഡ് എങ്കിൽ അതിനെന്ത് ചെയ്യും, നമ്മൾ അത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കും അല്ലേ. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് എഡ്ജ് പ്രിപ്പയർ ചെയ്യാത്തതിനെ കൊണ്ടും എന്തുണ്ടാവാം, ഈ എക്സസീവ് പെനിട്രേഷൻ ഉണ്ടാവാം. നെക്സ്റ്റ് ആണ് ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ. ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ വെൽഡിന്റെ റൂട്ട് പോർഷൻ, ബോട്ടം പോർഷൻ ആണ് എന്താ പറയാ, റൂട്ട് പോർഷൻ. ആ റൂട്ട് പോർഷൻ ഒന്നും കറക്റ്റ് ആയിട്ട് ഫിൽ ആകാത്തതിനാണ് നമ്മൾ എന്ത് പറയാ, ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറയാം. മെയിൻ ആയിട്ട് ഹൈ സ്പീഡ്, വെൽഡിന്റെ സ്പീഡ് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ഡിഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ ഇൻസഫിഷ്യന്റ് കറണ്ട് കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് വളരെ കുറവാണെങ്കിലും ഇതേ ഡിഫക്റ്റ് ഉണ്ടാവാം. നെക്സ്റ്റ് ആണ് സ്ലാഗ് ഇൻക്ലൂഷൻ. ഇമ്പ്യൂരിറ്റി സ്ട്രാപ്ഡ് ഇൻസൈഡ് ദ വെൽഡിനാണ് നമ്മൾ എന്ത് പറയാ, സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയാം. അത് കറണ്ട് വളരെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോഡിന് വലുപ്പം സൈസ് വളരെ ലാർജ് ആണെങ്കിലൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, ഈ സ്ലാഗ് ഇൻക്ലൂഷൻ ഉണ്ടാവുക. അതേപോലെ ഇൻകറക്റ്റ് ആംഗിൾ, അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാണ്ടിരിക്കുക. അതായത് മെറ്റൽ വെൽഡ് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ സൈഡിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഈ വെൽഡിനുള്ളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം വെൽഡ് ചെയ്ത ശേഷം ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്ത് കളയണം. അതിന്റെ മേലുള്ള എക്സസ് ആയിട്ടുള്ള സ്ലാഗും ഇതൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞ ശേഷം മാത്രമേ അടുത്ത വെൽഡ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ സ്ലാഗ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, അടുത്ത വെൽഡിന്റെ ഉള്ളിൽ ട്രാപ്പ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം വെൽഡ് ചെയ്യും, ഒന്ന് രണ്ട് പ്രാവശ്യം വെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ ജോയിന്റിന്റെ മേലെ തന്നെ മൾട്ടിപ്പിൾ പാസ്സായിട്ട് വെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്നിലധികം പ്രാവശ്യം വെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പാസ് കഴിയുമ്പോൾ ഓരോ പ്രാവശ്യം വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അത് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഈ സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞൊരു ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്പീഡ് ഓഫ് വെൽഡ് എന്താണ്, ഫാസ്റ്റ് ആയാലും ഇതേ ഡിഫക്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ. ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ പാരന്റ് മെറ്റലും വെൽഡ് മെറ്റീരിയലും തമ്മിൽ എന്ത് ചെയ്യാം, ജോയിന്റ് ആണ് നിൽക്കുന്നതാണ് നമ്മൾ എന്ത് പറയാം, ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ എന്ന് പറയാം. ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ അതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കറണ്ട് കുറവാ, വെൽഡിങ് കറണ്ട് കുറവാ. അതുപോലെ തന്നെ ഇൻസഫിഷ്യന്റ് ഹീറ്റ്, ഇൻകറക്റ്റ് ആംഗിൾ ഓഫ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ബ്ലോ പൈപ്പ്. അതായത് ഗ്യാസ് വെൽഡിങ് ആണ്, അതിന്റെ ബ്ലോ പൈപ്പിന്റെ ആംഗിൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആവാതിരിക്കുക. അല്ലെങ്കിൽ ഇലക്ട്രോഡ് ആർക്ക് വെൽഡിങ് ആണ്, അതിന്റെ ഇലക്ട്രോഡിന്റെ ആംഗിൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആവാതിരിക്കുക. നെക്സ്റ്റ് അൺഈക്വൽ ലെഗ് ലെങ്ത്, ഇൻകറക്റ്റ് ആംഗിൾ ഓഫ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ബ്ലോ പൈപ്പ് കൊണ്ടാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യാറ്, ഈ അൺഈക്വൽ ലെഗ് ലെങ്ത് ഉണ്ടാവാറ്. നെക്സ്റ്റ് ബ്ലോ ഹോൾസ് ഹാവിങ് 1
mm പ്ലസ് ഡയമീറ്റർ. അതിന് 1.6 mmനെക്കാട്ടും കൂടുതൽ ഡയമീറ്റർ ഉള്ള ഹോൾസിനാണ് നമ്മൾ എന്ത് പറയാ, ബ്ലോ ഹോൾസ് എന്ന് പറയാം. മോയ്സ്ചർ, ഡേർട്ട് ഇതൊക്കെ ഉണ്ടെങ്കിലാണ് മെയിനായിട്ട് എന്ത് ചെയ്യുക, ഈ ബ്ലോ ഹോൾസ് ജനറേറ്റ് ആകും. അതേപോലെ തന്നെ പോറോസിറ്റി എന്ന് പറഞ്ഞാൽ 1.6 ഡയമീറ്ററിനെക്കാട്ടും കുറഞ്ഞ ഗ്യാസ് പോസിനാണ് എന്ത് പറയാ, ഗ്യാസ് ഹോൾസിനാണ് നമ്മൾ എന്ത് പറയാറ്, പോറോസിറ്റി എന്ന് പറയാറ്. റസ്റ്റ്, മോയ്സ്ചർ ഇതൊക്കെയാണ് മെയിനായിട്ട് പോറോസിറ്റിന്റെ ഡിഫക്റ്റിന് കാരണമാവുന്ന കോസസ്. ഗ്രീസ്, ഒരു പ്ലേറ്റിന്റെ മേലെ ഗ്രീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പോറോസിറ്റിക്ക് ചാൻസ് കൂടുതലാണ്. അപ്പോൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തില്ല എന്ത് ചെയ്യും, വെൽഡിന്റെ ഉള്ളിൽ ഈ പോറോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഇനി നെക്സ്റ്റ് സ്ട്രേ ആർക്ക് എന്ന് പറഞ്ഞാൽ സ്മോൾ ക്രാറ്റേഴ്സ് കോസിങ് ഹൈ സ്ട്രെസ് പോയിന്റ് ആൻഡ് ഹാർഡ്നെസ്. അതായത് എന്ത് ചെയ്യുക, സ്ട്രേ ആർക്ക് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എക്സ്ട്രാ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു എക്സസ് ആയിട്ടുള്ള സ്ട്രെങ്ത് കൂടിയ കുറച്ച് മെറ്റീരിയൽ പോലെ പുറത്തേക്ക് തള്ളിയേക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, സ്ട്രേ ആർക്ക് എന്ന് പറയാം. സ്പാറ്റേഴ്സ്, അൺഇന്റൻഡഡ് ഡെപ്പോസിറ്റ് ഓഫ് വെൽഡ് മെറ്റൽ ഇൻ ദ ഷേപ്പ് ഓഫ് സ്മോൾ ബബിൾസ്, അല്ലെങ്കിൽ ചെറിയ ബബിൾ പോലെ എന്ത് ചെയ്യുക, മെറ്റൽ പുറത്തേക്ക് തെറിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, സ്പാറ്റേഴ്സ് എന്ന് പറയാം. മെയിനായിട്ട് ഹൈ കറണ്ട് കറക്റ്റ് ആവും, കുറച്ച് ഹൈ ആവുന്നതിനെ കൊണ്ടാണ് മെയിനായിട്ട് എന്ത് ചെയ്യാറ്, ഈ സ്പാറ്റർ എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ഉണ്ടാവാറ്. അല്ലെങ്കിൽ റോങ് പൊളാരിറ്റി കറക്റ്റ് അല്ലാതിരിക്കുക, ലോങ് ആർക്ക്, മോയ്സ്ചർ എഫക്റ്റഡ് ഇലക്ട്രോഡ്സ്, ഇതൊക്കെയാണ് സ്പാറ്റേഴ്സിന് മെയിനായിട്ടുള്ള കാരണം. നെക്സ്റ്റ് ക്രാക്സ്, അതായത് വലിയ ലെങ്ത് ഉള്ള മെറ്റീരിയൽ അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാതൊക്കെ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്രാക്കിന് ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ക്രാറ്റർ പൈപ്പ്, അതായത് ഷ്രിങ്കേജ് കൊണ്ട് മെറ്റൽ കൂൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷ്രിങ്കേജ് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് എന്ത്, ക്രാറ്റർ പൈപ്പ്. നെക്സ്റ്റ് വെൽഡിങ്ങിന് തന്നെ അടുത്ത്